ഹായ് ഹലോ, ദിസ് ഇസ് ശരണ്യ. നമുക്കിന്ന് പബ്ലിക് ഹെൽത്തിൽ കുറച്ച് ടോപ്പിക്സ്, അതായത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം നമ്മളിവിടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആ മോഡലിലല്ല നോക്കുന്നത്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ആ കാര്യങ്ങൾ, അതായത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല പറയുന്നത്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറയാം. പക്ഷെ എന്താണ് നമുക്ക് ബാക്കിയുള്ള എക്സാംസിനും ഒക്കെ ഞാൻ എല്ലാത്തിലും പറയുന്നത് പോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, പറയുന്ന കാര്യങ്ങൾ വൃത്തിയായി കേട്ട് പഠിക്കുക. എപ്പോഴത്തെയും പോലെ 2 പ്രാവശ്യം ഒരു സ്ലൈഡ് കേൾക്കുക. ഒരു സ്ലൈഡ് മീൻസ് അതിലുള്ള കണ്ടന്റ് കേട്ടോ, എങ്കിലും മാത്രമാണ് നമ്മുടെ മനസ്സിലത് നല്ലതുപോലെ പതിയുള്ളൂ, നമുക്ക് എക്സാം എഴുതുമ്പോൾ ഓർക്കാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിലേക്കും പോയാലോ. അപ്പൊ രോഗങ്ങൾ എന്താണ്, അതെങ്ങനെയാ വരുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഏറ്റവും ഒരുപാട് പഠിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ലാസ്റ്റ് ആണ് ഞാൻ നമുക്ക് പഠിക്കാനുള്ള സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ എക്സ്പ്ലനേഷൻ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ച് സ്ലൈഡുകളിലാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം നമ്മൾ കുറച്ച് പഠിക്കുന്നതിനെക്കാട്ടിലും ഒരു കഥ പോലെ പഠിച്ചു കഴിയുമ്പോൾ എന്താണ് നമുക്ക് പെട്ടെന്ന് ഓർത്ത്, അതായത് ആ ടോപ്പിക്കിനെ ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് എഴുതാൻ കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന. ഇതിൽ കുറച്ചൊന്ന് മാറ്റി നോക്കിയതാണ്. നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ ലാസ്റ്റ് സ്ലൈഡിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഇതെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് കറക്റ്റ് ആയിട്ട് ഉള്ള ടോപ്പിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കുകയും എക്സാമിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ എക്സാമിന് നല്ല യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഇതിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ ആ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്ത സ്ലൈഡുകളിൽ നിന്ന് കേട്ടോ. ഈ ഫസ്റ്റ് ഉള്ള എക്സ്പ്ലനേഷൻ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവാനും പിന്നെ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാനുള്ള ആ ഒരു എബിലിറ്റി കിട്ടാനും വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്, എപ്പോഴും ഞാൻ പറയണത് പോലെ നല്ലതുപോലെ പഠിക്കുക. കേട്ട് പഠിച്ചാൽ മതി, കാണാപ്പാടമൊന്നും അടിക്കണ്ട. ഈ ടോപ്പിക്കുകളൊന്നും നമുക്ക് കാണാപ്പാടം അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. എക്സാമിന് പോകുന്നതിൻ്റെ തലേദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ ഒന്ന് കണ്ണോടിച്ച് വിട്ടാലും നമുക്ക് തീർച്ചയായിട്ടും എഴുതാൻ സാധിക്കും. ഓക്കെ, നമുക്കെന്നാ വിഷയത്തിലോട്ട് കടക്കാം അല്ലേ. തുടങ്ങിയാലോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കോളറ. എന്താണ് കോളറ? കോളറ എന്നുള്ള അസുഖം എല്ലാവർക്കും അറിയും, കേട്ട് പരിചയം ഉണ്ടാവൂലേ. പണ്ടൊക്കെ കോളറ ബാധിച്ചിട്ട് മരണങ്ങളും മരണനിരക്കും എല്ലാം കൂടുതലായിരുന്നു അല്ലേ. അപ്പൊ എന്താണ് ഇതെന്ന് ഇപ്പൊന്നും നമുക്ക് അതിനുള്ള പ്രതിവിധികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ പതുക്കെ വായിക്കുന്നുള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരുപാട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല, കുറച്ച് സ്പീഡപ്പ് ആയിട്ട് തന്നെ പോകാം. കാരണം ഒരുപാട് വലിച്ചു നീട്ടിയാലും നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, ജലജന്യ രോഗമായ കോളറ മലിനജലത്തിലൂടെയാണ് പകരുന്നത്. പരിസര ശുചീകരണമാണ് രോഗം തടയാൻ പ്രധാനമായും വേണ്ടത്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഒന്നാണ് കോളറ. എന്താണ്? ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഒന്നാണ് കോളറ അഥവാ ഛർദ്യാതിസാരം. വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയയാണ് രോഗം പരത്തുന്നത്. ഏതാണ് പരത്തുന്നത്? വിബ്രിയോ കോളറെ. മനസ്സിലായോ? വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം, ആഹാരം എന്നിവയിലൂടെയാണ് ഈ രോഗാണുക്കൾ ശരീരത്തിൽ എത്തുന്നത്. ശരീരത്തിൽ കടക്കുന്ന ഇവ കോളറ ടോക്സിൻ എന്ന വിഷവസ്തു ഉൽപ്പാദിപ്പിക്കുന്നു. ഏതാണ്? കോളറ ടോക്സിൻ. ഇപ്പൊ ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ജലജന്യ രോഗമാണ് കോളറ. പിന്നെന്താ? ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഒന്നാണ് ഈ കോളറ അഥവാ ഛർദ്യാതിസാരം. പിന്നെ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാണ് രോഗം പരത്തുന്നത്. പിന്നെന്താ അടുത്തത്? ഈ രോഗാണുക്കൾ ശരീരത്തിൽ, അത് വെള്ളം, ആഹാരം എന്നിവയിലൂടെയാണ് ഈ രോഗാണുക്കൾ ശരീരത്തിൽ എത്തുന്നത്. ശരീരത്തിൽ കടക്കുന്ന ഇവ കോളറ ടോക്സിൻ എന്ന വിഷവസ്തു ഉൽപ്പാദിപ്പിക്കുന്നു. ഇതൊന്ന് മനസ്സിലായോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ വിഷവസ്തുവാണ് വയറിളക്കത്തിന് കാരണമാകുന്നത്. മനുഷ്യരുടെ മലവിസർജനം വഴി പുറത്താകുന്ന ഈ ബാക്ടീരിയകൾ കുടിവെള്ളത്തിൽ കലരുകയും അതിലൂടെ രോഗം പകരുകയും ചെയ്യും.
ഇത്തരം ബാക്ടീരിയകൾക്ക് വെള്ളത്തിൽ ഏറെ നേരം ജീവിക്കാൻ കഴിയും. ഈച്ചയും ഈ രോഗം പരത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇപ്പോഴൊക്കെ നമുക്ക് എക്സ്പ്ലനേഷൻ മോഡലിൽ വരുന്നത് കൊണ്ട് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര എക്സ്പ്ലനേഷൻ തരുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന വേർഡ്സുകളും വാക്കുകളൊക്കെ കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വേഗത്തിൽ നിർജ്ജലീകരണം നടക്കുന്നതിനാൽ ആരോഗ്യമുള്ള ഏതൊരാളെയും മണിക്കൂറുകൾക്കകം തീർത്തും അവശരാക്കുന്നതിനും മരണത്തിനും വരെ കോളറ കാരണമാകുന്നു. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. എങ്ങനെ നമുക്ക് ഈ കോളറയെ പ്രതിരോധിക്കാം? എന്തൊക്കെയാണ് പോയിന്റ്സ്? ചുറ്റുപാടുകൾ മലിനമാകാതെ സൂക്ഷിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ജലാശയങ്ങൾ മലിനീകരിക്കരുത്. കോളറ ബാധിത പ്രദേശങ്ങളിൽ കിണറുകളിൽ സാധാരണ ക്ലോറിനേഷന് പുറമെ സൂപ്പർ ക്ലോറിനേഷൻ നടത്തണം. എന്താണ് സൂപ്പർ ക്ലോറിനേഷൻ നടത്തണം? ഭക്ഷണ ശുചിത്വം ഉറപ്പുവരുത്തുക. ഈച്ചകൾ പെരുകുന്നത് തടയുക. പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവ നന്നായി കഴുകുക. ശൗചാലയത്തിൽ പോയ ശേഷം കൈകൾ വൃത്തിയാക്കുക. കുത്തിവയ്പ്പിന് ഉപയോഗിക്കുന്ന സിറിഞ്ചുകളും മറ്റും അണുവിമുക്തമാണെന്ന് ഉറപ്പാക്കുക. ഓക്കെ, മനസ്സിലായോ? നമുക്ക് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അടുത്തത് ഏതാണ് നമ്മുടെ അസുഖം? രോഗം ചിക്കൻ പോക്സ്. എങ്ങനെയാണ് അത് വരുന്നതെന്നും ആരാ പരത്തുന്നതെന്നൊക്കെ നോക്കാം. വരിസെല്ല എന്നും അറിയപ്പെടുന്ന ചിക്കൻ പോക്സ് വളരെ വേഗം പകരുന്ന ഒരു വൈറസ് അണുബാധയാണ്. ഇതൊരു വൈറസ് അണുബാധയാണ്. വാരിസെല്ല എന്നും അറിയപ്പെടുന്ന ചിക്കൻ പോക്സ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് കുട്ടികളിലും യുവാക്കളിലും ചിക്കൻ പോക്സിന് കാരണമാകുന്നത്. ഏതാണ്? വാരിസെല്ല സോസ്റ്റർ വൈറസ്. ഒരിക്കൽ അണുബാധ ഭേദമായ ശേഷം വൈറസ് വീണ്ടും പ്രവർത്തനരഹിതമാവുകയാണെങ്കിൽ ഷിംഗിൾസ്, അതായത് ഹെർപ്സ് സോസ്റ്റർ, ഹെർപ്സ് തുടങ്ങിയ അണുബാധകൾക്ക് കാരണമായേക്കാം. മിതശീതോഷ്ണ കാലാവസ്ഥയിലായിരിക്കും വാരിസെല്ല സോസ്റ്റർ വൈറസ് ബാധ സാധാരണമാകുന്നത്. ഇതാണ് മിതശീതോഷ്ണ കാലാവസ്ഥ കേട്ടോ. കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാട്ടോ നമുക്ക്. എന്തൊക്കെയാണ്? വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ചിക്കൻ പോക്സിനും മുതിർന്നവരിൽ ഷിംഗിൾസിനും കാരണമാകുന്നത്. ചിക്കൻ പോക്സുകളിലെ കുമിളകളിൽ നിന്നുള്ള ദ്രവങ്ങളിൽ നിന്നും അണുബാധയുള്ളവർ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മറ്റും തെറിക്കുന്ന കണങ്ങളിലൂടെയും അണുബാധ പകരാം. ചിക്കൻ പോക്സ് ബാധിച്ച കുട്ടികളെ കുമിളകൾ വറ്റി ഉണങ്ങുന്നതിനുവരെ സ്കൂളിൽ വിടാതിരിക്കുന്നത് അണുബാധ മറ്റു കുട്ടികളിലേക്ക് പകരാതിരിക്കാൻ സഹായിക്കും. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വാരിസെല്ല സോസ്റ്റർ, ആ പേരും പിന്നെ ഈ മുതിർന്നവരിൽ ഷിംഗിൾസിന് കാരണവും ആ നെയിമുകളൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ചിക്കൻ പോക്സ് വൈറസിന്റെ ഇൻക്യുബേഷൻ സമയം എപ്പോഴാണ്? 10 to 21 ദിവസമാണ്. എത്രയാണ്? 10 to 21 ദിവസമാണ്. ശരീരത്തിൽ കുമിളകൾ പൊന്തി തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് മുതൽ അവ ഉണങ്ങി പൊറ്റയാവുന്ന, അതായത് 5 to 8 ദിവസം. എത്രയാണ്? 5 to 8 ദിവസം വരെ അണുബാധ പകരാം. ഒരിക്കൽ രോഗം ബാധിച്ചാൽ പിന്നെ അതിനോടുള്ള പ്രതിരോധ ശേഷി കൈവരിക്കും. എന്നാൽ എപ്പോഴും അങ്ങനെയായിരിക്കണമെന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ വീണ്ടും അണുബാധയുണ്ടാകാം. വൈറസുകൾ നാഡീകോശങ്ങളിൽ നിലനിൽക്കുകയും പിന്നീടൊരവസരത്തിൽ പ്രതിരോധശേഷി ദുർബലമാകുന്ന അവസരത്തിൽ സജീവമാവുകയും ചെയ്യുമ്പോഴാണ് വീണ്ടും അണുബാധ ഷിംഗിൾസ് ഉണ്ടാവുന്നത്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലും പ്രതിരോധശേഷി കുറഞ്ഞവരിലുമാണ് വീണ്ടും അണുബാധ ഉണ്ടാകുന്നത്. കടുത്ത വേദനയുളവാക്കുന്ന കുമിളകളും ഞരമ്പുകൾക്ക് സ്ഥിരമായ തകരാറുകളും ഇതുമൂലം ഉണ്ടാകുന്നു. മനസ്സിലായോ? ഓക്കെ, അടുത്തതിലോട്ട് പോകാം. ഇനി ഇതിന്റെ അപകടസാധ്യതാ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? നേരത്തെയുള്ള ശ്വാസകോശ രോഗങ്ങൾ, പുകവലി, HIV, AIDS, ക്യാൻസർ, ദുർബലമായ പ്രതിരോധശേഷി. ഇതെല്ലാം നമ്മൾ മുന്നേ വായിച്ചതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അടുത്തത് ഇതെങ്ങനെ നിർണ്ണയിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. രോഗചരിത്രം മനസ്സിലാക്കുന്നതിലൂടെയും ചർമ്മത്തിലെ തടിപ്പുകൾ പരിശോധിക്കുന്നതിലൂടെയും ഡോക്ടർക്ക് ചിക്കൻ പോക്സ് തിരിച്ചറിയുന്നതിന് സാധിക്കും. പ്രാരംഭഘട്ടത്തിൽ ചൊറിച്ചിലുള്ള തടിപ്പുകളായിരിക്കും. ഇവ പിന്നീട് ദ്രാവകം നിറഞ്ഞ കുമിളകളായും പഴുപ്പ് നിറഞ്ഞ
കുരുക്കളായും അവസാനം പൊറ്റകളായും രൂപാന്തരം പ്രാപിക്കുന്നു. ഡോക്ടർ ചിലപ്പോൾ ചർമ്മത്തിന്റെ മൈക്രോസ്കോപ്പിക് പരിശോധന നടത്തിയേക്കാം. ദ്വിതീയ അണുബാധകൾ ഇല്ല എന്ന് ഉറപ്പാക്കുന്നതിനായി ചിലപ്പോൾ കുമിളകളിൽ നിന്നുള്ള ദ്രാവകങ്ങൾ പരിശോധന വിധേയമാക്കും. ആന്റിബയോട്ടിക്കുകൾ നിശ്ചയിക്കുന്നതിനായി ബാക്ടീരിയ കൾച്ചർ നടത്താമെന്നാണ് ബാക്ടീരിയ കൾച്ചർ. ന്യൂമോണിയ സംശയിക്കുന്നുണ്ടെങ്കിൽ നെഞ്ചിന്റെ എക്സ്റേ എടുക്കാൻ നിർദ്ദേശിക്കും. ഓക്കെ, ഇനി ഇതെങ്ങനെ പ്രതിരോധിക്കാം? ചിക്കൻ ബോക്സ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് കഴിയുക. ഇത് അണുബാധ പകരാതിരിക്കാൻ സഹായിക്കും. നിങ്ങളുടെ കുഞ്ഞിന് ചിക്കൻ ബോക്സ് ഉണ്ടെങ്കിൽ പൊറ്റകൾ കൊഴിഞ്ഞു പോകുന്നത് വരെ സ്കൂളിൽ വിടാതിരിക്കുക. പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിലൂടെ കുട്ടികളിലെ ചിക്കൻ ബോക്സ് ബാധയെ പ്രതിരോധിക്കാൻ സാധിക്കും. കുഞ്ഞിന് 12 to 15 മാസം പ്രായമാകുമ്പോൾ ആദ്യ ഡോസും 4 to 6 വയസ്സ് പ്രായമാകുമ്പോൾ ബൂസ്റ്റർ ഡോസും നൽകുന്നു. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അടുത്ത എന്താണ് ജന്തുജന്യ രോഗം? എന്താണ് ജന്തുജന്യ രോഗം? മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും നേരിട്ടോ അല്ലാതെയോ പകരുന്ന രോഗങ്ങൾ ജന്തുജന്യ രോഗങ്ങൾ അഥവാ സൂണോസിസ് എന്നറിയപ്പെടുന്നു. ഏകദേശം 250-ലധികം ജന്തുജന്യ രോഗങ്ങൾ ഉണ്ട്. രോഗങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് എല്ലാ വർഷവും ജൂലൈ 6-ാം തീയതി, എപ്പോഴാണ്? ജൂലൈ 6-ാം തീയതി ലോക ജന്തുജന്യ രോഗ ദിനമായി ആചരിക്കുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കണേ. ജൂലൈ 6 ജന്തുജന്യ രോഗം, ജൂലൈ 6 ജന്തുജന്യ രോഗം. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. നായിയെ വളർത്തുമ്പോൾ തെല്ലൊന്ന് ശ്രദ്ധിച്ചാൽ പല അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാം. സാധാരണയായി നായയുമായിട്ടുള്ള സമ്പർക്കം മൂലം കുട്ടികളിലും മറ്റുള്ളവരിലേക്കും പകരാൻ സാധ്യതയുള്ള ജന്തുജന്യ രോഗങ്ങളിൽ ഒന്നാണ് എന്ത്? പേവിഷബാധ. ഓക്കെ, നമുക്ക് അടുത്ത ഇൻഫർമേഷൻ നോക്കാം ട്ടോ. പേവിഷബാധ. റാബ്ഡോ വൈറസ് എന്ന രോഗാണുവാണ് പേവിഷബാധയുടെ കാരണം. ഏത് വൈറസ് ആണ്? റാബ്ഡോ വൈറസ്. സംസ്ഥാനത്ത് പേവിഷബാധ ഉണ്ടാകുന്ന റാബിസ് എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. സംസ്ഥാനത്ത് പേവിഷബാധ ഉണ്ടാകുന്നത് പ്രധാനമായും പേവിഷബാധയേറ്റ നായയുടെ കടിയിലൂടെയാണ്. രണ്ടാമതായി പൂച്ചയുടെ കടിയിലൂടെയാണ്. രോഗം ബാധിച്ച മൃഗത്തിന്റെ ഉമിനീരിലൂടെ രോഗാണുക്കൾ പുറത്തു വരുന്നു. രോഗം ബാധിച്ചാൽ മരണം ഉറപ്പാണ്. അത് നമുക്കും അറിയാലോ, പൂച്ചയോ നായയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയി ഇഞ്ചക്ഷൻ എടുക്കണം. ഇഞ്ചക്ഷൻ എടുക്കുന്നതല്ല, ഇപ്പൊ എന്നെ ഒരു പൂച്ച ചെറുതായിട്ടൊന്ന് നഖം കൊണ്ട്, അപ്പൊ എത്ര പ്രാവശ്യം ഇപ്പൊ എത്ര ഇഞ്ചക്ഷൻ എടുത്തു എന്ന് പറയും. പക്ഷെ എന്തിനാണ്? അത് നമ്മുടെ സേഫ്റ്റിക്കാണ്. പെയിൻഫുൾ തന്നെയാണ് കേട്ടോ മുറിയിലൊക്കെ എടുക്കുന്നത്. പക്ഷെ എന്തിനാണത്? രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ നമുക്കതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുമല്ലോ. വരാതെ പ്രിവെന്റ് ചെയ്യാം. കടിച്ചതും 24 മണിക്കൂറിനുള്ളിൽ എടുക്കണം എന്നാണ്. എടുത്തു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നെയാണ് സേഫ്റ്റി. ഓക്കെ, അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എടുക്കുക. പിന്നെ നമ്മൾ ഫുൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ബൂസ്റ്റർ ഉണ്ട്. പിന്നെ ഇനി നായയോ പൂച്ചയോ അങ്ങനെയൊക്കെ കടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബൂസ്റ്റർ മാത്രം എടുത്താൽ മതി. ഓക്കെ ഓക്കെ ഇന്ത്യയിൽ ഓരോ 2 സെക്കൻഡിലും ഒരാൾക്ക് നായയുടെ കടിയേൽക്കുന്നു എന്നാണ് കണക്ക്. ഏറ്റവും ദുഃഖകരമായ കാര്യം കടിയേൽക്കുന്നവരിൽ പകുതിയിലേറെ പേരും 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എന്നതാണ്. ഓരോ മണിക്കൂറിലും ഒരു കുട്ടി റാബിസ് ബാധിച്ച് മരണത്തിന് കീഴടങ്ങുന്നു. പ്രതിരോധ കുത്തിവയ്പ്പാണ് നായ്ക്കൾക്ക് രോഗം വരാതിരിക്കാനുള്ള ഏക മാർഗം. 2 മാസം പ്രായമുള്ളപ്പോൾ ആദ്യ കുത്തിവയ്പ് എടുക്കണം. 1 മാസം കഴിയുമ്പോൾ ഒരു ബൂസ്റ്റർ കുത്തിവയ്പും പിന്നീട് വർഷം തോറും ഓരോ കുത്തിവയ്പും നായ്ക്ക് നൽകണം. അടുത്തത് ഹൈഡാറ്റിസ് രോഗം. ഇതിന്റെയൊക്കെ ഓരോ വകഭേദങ്ങൾ തന്നെയാണ് കേട്ടോ. എക്കിനോകോക്കസ് ഗ്രാനുലോസസ് എന്ന നാടവരിയാണ്. ഇത് പേര് കേട്ട് പേടിക്കല്ല കേട്ടോ, പ്രശ്നക്കാരൊന്നുമല്ല. നമുക്കിത് എളുപ്പം തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ഇതിന്റെ തന്നെ ഒരു ഇതാണ്. കൂടുതലായും ചോദിക്കുന്നത് പേവിഷബാധ, റാബിസ് വൈറസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എക്കിനോകോക്കസ് ഗ്രാനുലോസസ് എന്ന നാടവിരയാണ് രോഗകാരണം. രോഗം ബാധിച്ച് മരിച്ച നായയുടെ കുടലിൽ ഈ വിരകൾ ദശലക്ഷക്കണക്കിന് കാണുന്നു. ഇവയുടെ മലത്തിലൂടെ പുറത്തുവരുന്ന വിരയുടെ മുട്ട ഇടക്കാല ആതിഥേയരായ മനുഷ്യരുടെ ശരീരത്തിൽ ഭക്ഷണത്തിലൂടെ പ്രവേശിച്ച് ശ്വാസകോശ രോഗങ്ങൾ, കരൾ, തലച്ചോർ എന്നിവിടങ്ങളിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്നു. രോഗം ബാധിച്ചാൽ അത് മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം. ഓക്കെ,
പ്രതിരോധ മാർഗം എന്താണെന്ന് നോക്കാം. വ്യക്തി ശുചിത്വം പാലിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം. കൃത്യമായ വിരയിളക്കൽ. നായ്ക്കളിൽ വിരയിളക്കുന്നത് മനുഷ്യരിലേക്കും രോഗം ബാധിക്കുന്നത് തടയും. ഒരു വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം നായയ്ക്ക് 3 മാസം പ്രായമുള്ളപ്പോൾ ആദ്യം വിരയിളക്കാം. അടുത്തത് രോഗപ്രതിരോധ കുത്തിവയ്പ്പിന് 3 ആഴ്ച മുൻപും എടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. ഇതെന്നാലും ഒന്ന് ഓർത്തു വെച്ചോളൂ. നമ്മുടെ കഷ്ടകാലത്തിന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, അതായത് ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി അങ്ങനെയൊക്കെ ചോദിക്കാലോ. അപ്പൊ ഇതൊന്ന് നോക്കി വെച്ചിട്ട് പോവാട്ടോ. ഇക്നോകോക്കസ് ഗ്രാനുലോസസ് എന്ന നാടവിരയാണ് രോഗകാരണം. ഏത് രോഗത്തിന്? ഹൈഡാറ്റിസ് രോഗം ട്ടോ. ക്യൂട്ടേനിയസ് ലാർവ മൈഗ്രാൻസ് അൽഖൈലോസ്ട്രാമ. ഓക്കെ, ഇത് പേര് കേട്ട് ആരും പേടിച്ചു പോകല്ലേ. എങ്കിലും ഈ ഇങ്ങനെയുള്ള പേരുകൾ കാണാപ്പാടം ഒന്നും അടിക്കണ്ട. നമുക്കിത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ തന്നെ ക്ലിക്ക് ആവും കേട്ടോ. 2 പ്രാവശ്യം വായിച്ചു വിട്ടാൽ മതി, എന്തായാലും കിട്ടും. ചോദിക്കില്ല എങ്കിലും ചോദിച്ചാലോ എന്ന് വെച്ചിട്ടാ ഞാനത്, അതൊക്കെ ഇതിന്റെ ഓപ്ഷനിൽ പെടുന്നതാണല്ലോ. ഓക്കെ, ചിലപ്പോൾ ടഫായിട്ടൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് എടുത്തിടാം, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, എന്താണ്? അൻസൈലോസ്റ്റോമ ഇനത്തിൽപ്പെട്ട ഒരു തരം വിരകൾ ആണ് രോഗകാരണം. കുട്ടികളിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. രോഗം ബാധിച്ച പട്ടിക്കുഞ്ഞുങ്ങളുമായി കുട്ടികൾ ഇടപഴകുമ്പോഴോ മണ്ണുവാരി കളിക്കുമ്പോഴോ ത്വക്കിലൂടെ അഥവാ ചർമ്മത്തിലൂടെ ലാർവകൾ മനുഷ്യരിലേക്ക് പ്രവേശിക്കുന്നു. നായ്ക്കളുടെയും പൂച്ചകളുടെയും വിസർജ്യ വസ്തുക്കൾ വീണ് നനഞ്ഞ മണ്ണിലൂടെ ചെരുപ്പിടാതെ നടന്നാലും ഈ രോഗാവസ്ഥ ഉണ്ടാകാം. മനസ്സിലായല്ലോ. അടുത്തത് വിസറൽ ലാർവ മൈഗ്രൻസ്. ടോക്സോകാര കാനിസ് എന്ന വിരിയുടെ ലാർവയാണ് ഈ അസുഖത്തിന് കാരണം. വിരയുടെ പേരുകളാണ് കേട്ടോ മുന്നതിലും എല്ലാത്തിലും പറഞ്ഞത്. നായയുടെ വിസർജ്യത്തിലൂടെ പുറത്തു വരുന്ന വിരയുടെ മുട്ടകൾ വീണ് മലിനമായ മുറ്റത്ത് കളിക്കുന്ന കുട്ടി കൈ നന്നായി കഴുകാതെ ഭക്ഷണമോ വെള്ളമോ കുടിച്ചാൽ ഈ രോഗം വരാം. ഇങ്ങനെ ശരീരത്തിൽ എത്തിച്ചേർന്ന ലാർവകൾ മനുഷ്യരിൽ കുടൽ ഭിത്തികൾ തുറന്ന് കരളിലും ശ്വാസകോശത്തിലും കണ്ണിലും പറ്റിച്ചേർന്ന് ഗുരുതരമായി ബാധിക്കുന്നു. മൃഗങ്ങളുടെ വിസർജ്യങ്ങൾ ശരിയായ രീതിയിൽ മറവ് ചെയ്തും വ്യക്തി ശുചിത്വം പാലിച്ചും ക്രമമായ രീതിയിൽ ഓമന മൃഗങ്ങൾക്ക് വിരമരുന്ന് നൽകിയും ഈ രോഗം നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും കേട്ടോ. അടുത്തത് എന്താണ്? ഡിഫ്തീരിയ. എന്താണ് ഡിഫ്തീരിയ? ഡിഫ്തീരിയയ്ക്ക് കാരണക്കാരനായ രോഗാണു ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് വായുവിലൂടെയാണ് കേട്ടോ. എങ്ങനെയാണ്? വായുവിലൂടെ. മറ്റു സ്രവങ്ങളിലൂടെയും ചിലപ്പോൾ പകരാം. വാ പൊത്താതെ ചുമയ്ക്കുന്ന ഒരു രോഗിയുടെ മുന്നിൽ നിൽക്കുമ്പോഴോ ഒക്കെ ഇത് പകരാം. നേരിയ പനിയും തൊണ്ടവേദനയുമായി തുടങ്ങും. എന്നാൽ തൊണ്ടയിൽ ടോൺസിൽസിന് മേലെ ഒരു നേരിയ പാട രൂപപ്പെടും. അത് മെല്ലെ ശ്വാസനാളിയിലേക്ക് പടരാം. ചുറ്റുപാട് ഇതിലും വലിയൊരു വിന വരാനിരിക്കുന്നതേയുള്ളൂ. ചുറ്റുപാട് മുഴുവൻ നീര് വന്ന് അതിന്റെ ചുറ്റുപാട് മുഴുവനും നീര് വന്ന് വീർക്കും. ശ്വാസതടസ്സം കൊണ്ട് മാത്രം മരണം സംഭവിക്കാം. എന്നാൽ ഇതിലും വലിയൊരു വിന വരാനിരിക്കുന്നതേയുള്ളൂ. എന്താണ്? തൊണ്ടയിൽ പെറ്റുപെരുകുന്ന ഈ രോഗാണു ഒരു വിഷപദാർത്ഥം ഉണ്ടാക്കുന്നു. അത് പതിയെ രക്തത്തിൽ കടന്ന് ഹൃദയത്തെ, ഞരമ്പുകളെ, കിഡ്നിയെ എല്ലാം സാരമായി ബാധിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഹൃദയത്തെ ബാധിക്കുന്നത് തന്നെ. ഹൃദയത്തെ ബാധിച്ചാൽ രക്ഷപ്പെടാനുള്ള സാധ്യത തീരെ കുറവാണ്. ഒരു പരിധി വരെ ഇവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഈ അടുത്ത കാലം വരെ പറ്റുമായിരുന്നു. രക്തത്തിലേക്ക് കയറുന്ന വിഷത്തെ നിർവീര്യമാക്കുന്ന ആന്റിടോക്സിൻ 2 തരമാണ്. കുതിരയിൽ നിന്നെടുത്തതും മനുഷ്യ സീറത്തിൽ നിന്നെടുത്തതും. രോഗാവസ്ഥയുടെ തുടക്കത്തിൽ കൊടുക്കാൻ പറ്റിയാൽ ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പൊ എവിടെയോ ഒരു മാർഗമുണ്ട് രക്ഷപ്പെടാൻ, അല്ലേ? ഹാവു ആശ്വാസമായി. ഒരു കച്ചിത്തുരുമ്പെങ്കിലും ഉണ്ടല്ലോ പിടിക്കാൻ. അങ്ങനെ ആശ്വസിക്കാനും നമ്മൾക്ക് ഇന്നിപ്പോ നിർവാഹമില്ല. ഇപ്പോൾ ഈ മരുന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമല്ല. അസുഖം വന്നാൽ ദൈവവിശ്വാസിയാണെങ്കിൽ മേലോട്ട് നോക്കി മുട്ടുപായി പ്രാർത്ഥിക്കാം, ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ. കേട്ടല്ലോ? ഓക്കെ. ഇനി അടുത്ത് നമ്മള് ചില കാര്യങ്ങളൊക്കെ പണ്ടുള്ളവർ പറയുമല്ലോ, ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ. അതൊക്കെയാണ് കേട്ടോ. അത് കാര്യമായിട്ടൊന്നുമില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. തൊണ്ടവേദനക്കാരുടെ തൊണ്ടയിൽ വെളുത്ത നേർത്ത പാട കാണുന്നെങ്കിൽ ശ്രദ്ധിക്കണം, ഡിഫ്തീരിയ ആവും. പരിശോധിക്കുന്നവർ മാസ്ക് ധരിക്കണം സ്വയം രക്ഷയ്ക്ക്. മൂക്കൊലിപ്പുള്ള കുട്ടികളുടെ മൂക്കിൽ പാട കെട്ടി തടഞ്ഞിരിക്കുന്നെങ്കിൽ രക്തസ്രാവം ഉണ്ടെങ്കിൽ കുത്തിവയ്പ് എല്ലാം എടുത്തോ എന്ന് ചോദിക്കണം. ഡിഫ്തീരിയ ചിലപ്പോൾ മൂക്കിലും വരാം. ശ്വാസം വലിക്കുമ്പോൾ തടസ്സം ഉണ്ടായി ശബ്ദം വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ശ്വാസനാളിയിലേക്ക് വല്ലതും കയറിയിരിക്കാം.
കപ്പലണ്ടിയും മാലയുടെ മണികളും ഒക്കെ. മറക്കരുതാത്ത മറ്റൊന്ന്, ചിലപ്പോഴെങ്കിലും ഡിഫ്തീരിയ ശ്വാസനാളത്തെ ബാധിച്ചതുമാവാം. കാരണമറിയാതെയുള്ള ഹൃദയത്തിന്റെ താളപ്പിഴകൾ, ഹാർട്ട് ഫ്ലെയർ. കേട്ടോ, കാരണമറിയാത്ത ഞരമ്പിന്റെ തളർച്ച, അതൊക്കെ ആവാം. ഓക്കെ. അടുത്തതാണ് നമ്മുടെ നിപ്പ വൈറസ്. നമ്മളെ എല്ലാം പേടിപ്പെടുത്തിയ ഒരു സംഭവമാണല്ലോ ഇത്. ഒരുപാട് നമ്മൾ അതിനുള്ള പ്രിക്കോഷനും കാര്യങ്ങളും എല്ലാം എടുത്തു അല്ലേ? അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. ആർക്കും ഇത് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല, എങ്കിലും ഇത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. കേരളത്തിൽ കോഴിക്കോട് പേരാമ്പ്രയിൽ ഒരു വീട്ടിലെ 3 പേർ പനി മൂലം മരണമടഞ്ഞു എന്ന വാർത്ത വായിച്ചിരിക്കും അല്ലേ? രോഗം സംശയിച്ച് കൂടുതൽ ആളുകൾ ചികിത്സയിലും നിരീക്ഷണത്തിലുമാണ്. ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് നിപ്പ വൈറസ് എന്ന അപൂർവ വൈറസ് ആണ് രോഗബാധയ്ക്ക് കാരണം. ആരോഗ്യവകുപ്പ് സത്വര നടപടികൾ സ്വീകരിച്ചിരിക്കുന്ന ആശങ്കയ്ക്ക് സ്ഥാനമില്ല. ബോധവൽക്കരണ ശ്രമങ്ങളുടെ ഭാഗമായി ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ ഇൻഫോ ക്ലിനിക് ഈ വിഷയത്തിൽ തയ്യാറാക്കിയ ലേഖനമാണ് ഞാനിപ്പോൾ ഇവിടെ ഒന്നും പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാനാണ് കേട്ടോ അത്. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യണ്ടേ, അതിന്റെ ചരിത്രം, അതായത് എങ്ങനെയാണ് വന്ന എന്താ സംഭവങ്ങളെന്നാണ്. 1997 തുടക്കം. ആഗോള കാലാവസ്ഥാ പ്രതിഭാസമായ എൽനിനോ മലേഷ്യൻ കാടുകളെ വരൾച്ചയിലേക്ക് നയിച്ചു. മരങ്ങളും ഫലങ്ങളും കരിഞ്ഞുണങ്ങി. പല മൃഗങ്ങളും പക്ഷികളും നാട്ടിലേക്ക് തിരിച്ചു. കാടുകളിലെ ഇതെല്ലാം ഞാനൊരു കഥയായിട്ടാ പറഞ്ഞിരുന്നത്. നല്ല രസം ഉണ്ടാവും കേൾക്കാൻ, പക്ഷെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ മനസ്സിൽ വെക്കണേ. കഥയായിട്ട് വിടരുത് കേട്ടോ. പഴങ്ങളും മറ്റും തിന്ന് ജീവിച്ച മലേഷ്യൻ നരിച്ചീറുകൾ ആകട്ടെ കൃഷിയിടങ്ങളിലേക്ക് പറന്നിറങ്ങി. ചെറിയ കാർഷിക നഷ്ടത്തിന് കാരണമായി എങ്കിലും ആരും ഇതത്ര കാര്യമാക്കിയില്ല. എന്നാൽ അധികം വൈകാതെ മലേഷ്യയിലെ വൻ പന്നി ഫാമുകളിലെ പന്നികളെ അജ്ഞാതമായ ഒരു രോഗം ബാധിച്ചു തുടങ്ങി. പന്നികൾ കൂട്ടമായി മരണത്തിന് കീഴടങ്ങി. എന്നാൽ സത്യത്തിൽ ഈ അവസ്ഥ ഏറെ ഭീഷണിയായത് സമാനമായ രോഗം മനുഷ്യരെയും ബാധിച്ചു തുടങ്ങിയപ്പോഴാണ്. 200-ൽ പരം പേരെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 100-ലധികം ആളുകൾ മരണപ്പെടുകയും ചെയ്തു. ഇതൊരു പുതിയ രോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ ആശങ്ക വർദ്ധിച്ചു. പ്രാരംഭഘട്ടത്തിൽ ജപ്പാൻ ജ്വരം ജപ്പാൻ ജ്വരം ആണെന്ന തെറ്റായ നിഗമനം മൂലം പ്രതിരോധ നടപടികൾ ശരിയായ രീതിയിൽ സ്വീകരിക്കാൻ മലേഷ്യയ്ക്ക് ആയില്ല. ജപ്പാൻ ജ്വരത്തിന് കാരണമായ ക്യൂലെക്സ് കൊതുകുകളെ ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്തിയാണ് കേട്ടോ. പെട്ടെന്ന് എനിക്കത് മനസ്സിൽ കടന്നു വന്നതാണ്. ഇതിന് ജപ്പാൻ ജ്വരത്തിന് ക്യൂലെക്സ് കേട്ടോ. കൊതുകുകളെ ദേശവ്യാപകമായി ഇല്ലാതാക്കാനുള്ള പ്രതിരോധ നടപടികളായിരുന്നു ആദ്യം കൈക്കൊണ്ടത്. ഹെനിപ്പ വൈറസ് ജീനസിലെ ഒരു പുതിയ അംഗമായിരുന്നു ഇത്. മലേഷ്യയിലെ കാംപങ് ബാരു സെങ്കൈ നിപ്പ എന്ന സ്ഥലത്ത് നിന്ന് ഇത് ആദ്യം വേർതിരിച്ചെടുത്തതുകൊണ്ട് അതേ പേരാണ് വൈറസിന് ഇട്ടത്, നിപ്പ വൈറസ്. പാരാമിക്സോവൈറിഡേ ഫാമിലിയിലെ അംഗമാണ് ഇവൻ. RNA വൈറസ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. RNA വൈറസ് ആണ്. ഈ വൈറസിനെതിരെ പ്രയോഗിക്കാൻ ഫലപ്രദമായ മരുന്നുകളൊന്നും മലേഷ്യൻ ആരോഗ്യ വിഭാഗത്തിന്റെ കയ്യിലോ ലോകാരോഗ്യ സംഘടനയുടെ തന്നെ കയ്യിലോ ഉണ്ടായിരുന്നില്ല. രോഗത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിച്ച പന്നികളെ കൊന്നൊടുക്കുകയായിരുന്നു വ്യാപനം പ്രതിരോധിക്കാനായി കണ്ടെത്തിയ ഏക മാർഗം. നന്ദി മലേഷ്യയിലെ 6000 കോടി രൂപയുടെ പന്നി വ്യാപാരത്തിന്റെ ഏതാണ്ട് പൂർണ്ണമായ തകർച്ചയാണ് ഇതുവഴി സംഭവിച്ചത്. പന്നികൾക്ക് മലേഷ്യൻ നരിച്ചീറുകളിൽ നിന്നാണ് രോഗം പകർന്നത് എന്ന് കണ്ടെത്തിയതോടെ മലേഷ്യൻ നരിച്ചീറുകളിൽ ഈ രോഗാണുവിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. ഇനി പ്രതിരോധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അസുഖം വന്നതിന് ശേഷമുള്ള ചികിത്സ അത്ര ഫലപ്രദമല്ല. അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നും രോഗം പകരാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ടം മനുഷ്യ ശരീരത്തിൽ ഉള്ളിലെത്തിയാൽ അസുഖം ഉണ്ടാകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക. ഉദാഹരണമായി വവ്വാലുകൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ നിന്നും തുറന്ന കലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന കള്ള് ഒഴിവാക്കുക. വവ്വാലുകൾ കടിച്ച ചാമ്പങ്ങ, ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. വവ്വാലുകൾ, അതുകൊണ്ട് ഞാനൊന്ന് ഓടിച്ചു വിടാത്. വവ്വാലുകൾ കടിച്ച ചാമ്പങ്ങ, പേരയ്ക്ക, മാങ്ങ പോലുള്ള കായ്ഫലങ്ങൾ ഒഴിവാക്കുക. രോഗം ബാധിച്ച വ്യക്തിയിൽ നിന്നും രോഗം പകരാതിരിക്കാൻ വേണ്ടി എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
രോഗിയുമായി സമ്പർക്കമുണ്ടായതിനു ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. അതൊക്കെ നമ്മൾ ചെയ്തതായിരുന്നു കേട്ടോ. രോഗിയുമായി 1 മീറ്റർ എങ്കിലും ദൂരം പാലിക്കുകയും രോഗി കിടക്കുന്ന സ്ഥലത്ത് നിന്നും അകലം പാലിക്കുകയും ചെയ്യുക. രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ പ്രത്യേകം സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക. വസ്ത്രങ്ങളും മറ്റും പ്രത്യേകം കഴുകുകയും ഉണക്കുകയും ചെയ്യുക. മഞ്ഞപ്പിത്തം. അടുത്തത് എന്താണ്? മഞ്ഞപ്പിത്തം. അതെന്താന്ന് നോക്കാം കേട്ടോ. ശുചിത്വം ഇല്ലായ്മയാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് പകരുന്നതിന് പ്രധാന കാരണം. രോഗം ബാധിച്ച വ്യക്തിയുടെ മലത്തിൽ ധാരാളം വൈറസുകൾ ഉണ്ട്. രോഗി തുറസായ സ്ഥലങ്ങളിൽ മലവിസർജനം നടത്തുന്നത് അപകടമാണ്. രക്തത്തിലെ ബിലിറൂബിന്റെ അളവ് ക്രമാതീതമായി ഉയരുന്നതാണ് മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തത്തിന്റെ ഒരു പ്രധാന കാരണം വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്. പ്രത്യേകതരം ഹെപ്പറ്റൈറ്റിസ് വൈറസുകളാണ് മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്നത്. ആഹാരത്തിലൂടെയും രക്തത്തിലൂടെയും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലൂടെയും ആണ് ഈ രോഗം പകരുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് എ. നമ്മുടെ നാട്ടിൽ പരക്കെ കണ്ടുവരുന്ന മഞ്ഞപ്പിത്തമാണ് ഹെപ്പറ്റൈറ്റിസ് എ. പ്രധാനമായും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഈ രോഗം പകരുന്നത്. ലോകത്തിൽ ഒരു വർഷം 14 ലക്ഷം പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എ പിടിപെടുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫീക്കോ ഓറൽ എന്നാണ് ഈ പകർച്ചവ്യാധി അറിയപ്പെടുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ വഴിയുണ്ടാകുന്ന മഞ്ഞപ്പിത്തം ഭയപ്പെടേണ്ട ഒന്നല്ല. എന്നാൽ അതിജീവന ശേഷിയുള്ള വൈറസുകളാണിവ. കാലാവസ്ഥാ മാറ്റങ്ങൾ പോലും അതിജീവിക്കാനുള്ള ശക്തി ഇവയ്ക്കുണ്ട്. ഒരു സ്രോതസ്സിൽ നിന്ന് തുടങ്ങി പലരെയും ഒരേ സമയം ബാധിക്കുന്ന രോഗമായി ഇത് മാറുന്നു. രോഗാവസ്ഥ. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഉടൻ തന്നെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കില്ല. വളരെ സാവധാനത്തിൽ മാത്രമേ ഇവ പ്രകടമാകൂ. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് 2 മുതൽ 7 ആഴ്ചയ്ക്കകം രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നു. എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ? വിശപ്പില്ലായ്മ, ക്ഷീണം, വയറുവേദന, മനം പുരട്ടൽ, ഛർദി, പനി, മൂത്രത്തിന് നിറം മാറുക തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. എന്നാൽ ചിലർക്ക് മഞ്ഞപ്പിത്തത്തിനൊപ്പം ചൊറിച്ചിലും ഉണ്ടാകുന്നുണ്ട്. അടുത്തതാണ് ഹെപ്പറ്റൈറ്റിസ് ബി. അതീവ ജാഗ്രത പുലർത്തേണ്ട രോഗമാണിത്. മഞ്ഞപ്പിത്തത്തിലെ ഏറ്റവും അപകടകാരിയായ വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ലോകത്താകമാനം 200 കോടിയിലേറെ ആളുകൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ചിട്ടുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുന്ന സ്വഭാവമാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന്റേത്. കരൾ ക്യാൻസറിന് ഒരു പ്രധാന വഴികാട്ടിയാണ് ഹെപ്പറ്റൈറ്റിസ് ബി കേട്ടോ. കരൾ ക്യാൻസറിന് ചില വ്യക്തികളിൽ കരൾ വീക്കത്തിനൊപ്പം കടുത്ത മഞ്ഞപ്പിത്തം പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അത് മാറുകയും ചെയ്യുന്നു. എന്നാൽ ഭൂരിഭാഗം വ്യക്തികളിലും രോഗലക്ഷണം ഒന്നും കാണിക്കാതെ രോഗം പുരോഗമിക്കുന്നു. ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന ഈ അവസ്ഥ ഭാവിയിൽ കരൾ ക്യാൻസറിനും സിറോസിസിനും വഴിതെളിയിക്കുന്നു. രോഗലക്ഷണങ്ങളൊന്നും കാണിക്കില്ല എന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ പ്രത്യേകത. ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ച 5% രോഗികളിലും വൈറസുകൾ ശരീരത്തിൽ തങ്ങി നിൽക്കുന്നു. ഇത് ഭാവിയിൽ പല രോഗങ്ങൾക്കും കാരണമാകുന്നു. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് സി. വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി തീരുകയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്. പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്ന സ്വഭാവമാണ് ഈ വൈറസിന്റേത്. ലക്ഷണങ്ങൾ പ്രകടമാകാത്തതിനാൽ രോഗിയാണെന്ന വിവരം ഭൂരിഭാഗം ആളുകളും അറിയുന്നില്ല. ഇവർ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന ദീർഘകാല രോഗത്തിന് അടിമകളാകുന്നു. രോഗം ബാധിച്ച് സാവധാനത്തിൽ കരളിന് നീർവീക്കം ഉണ്ടാക്കുന്നു. പിന്നീട് കരളിലെ കോശങ്ങൾ നശിച്ചു തുടങ്ങും. ഹെപ്പറ്റൈറ്റിസ് സി ബാധിച്ചവർക്ക് ഭാവിയിൽ സിറോസിസ്, കരൾ ക്യാൻസർ തുടങ്ങിയ കരൾ രോഗങ്ങൾ ഉണ്ടാകാം. കരളിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുന്ന അവസ്ഥ വരെ ഉണ്ടായേക്കാം. ഹെപ്പറ്റൈറ്റിസ് ഡി. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ പിൻഗാമി എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം ഹെപ്പറ്റൈറ്റിസ് ഡിക്ക് സ്വതന്ത്രമായി രോഗമുണ്ടാക്കാനുള്ള കഴിവില്ല. ബി, സി വൈറസുകളുടെ കൂടെ മാത്രമേ ഡി വൈറസിന് പ്രവർത്തിക്കാൻ കഴിയൂ. ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസിന് സ്വന്തമായി നിലനിൽക്കാനാവില്ല. ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് 2 മുതൽ 8 ആഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നു. രോഗബാധിച്ചവരുടെ രക്തവുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് രോഗം പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബിക്ക് സമാനമാണ് ഡിയുടെ രോഗലക്ഷണങ്ങൾ. ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരായ വാക്സിനിലൂടെ ഈ വൈറസിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും. ഓക്കെ. ഹെപ്പറ്റൈറ്റിസ് ഇ. ഹെപ്പറ്റൈറ്റിസ് എയുമായി സമാനതകളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ഇക്ക് പകർച്ചവ്യാധിയായാണ് രോഗം പ്രത്യക്ഷപ്പെടുന്നത്.
ശുചിത്വമില്ലായ്മയാണ് രോഗപകർച്ചയ്ക്ക് കാരണം. 2 മുതൽ 9 ആഴ്ചയ്ക്കകം രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നു. ക്ഷീണം, തളർച്ച, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. ഹെപ്പറ്റൈറ്റിസ് ഇ ലോക ജനതയിൽ ഏകദേശം 20% പേരെ ബാധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തിങ്ങിക്കൂടിയുള്ള താമസം, വെള്ളം തിളപ്പിക്കാതെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ രോഗം ഉണ്ടാവാൻ കാരണമാവുന്നു. ഹെപ്പറ്റൈറ്റിസ് ഇ ഗർഭിണികളെ ബാധിച്ചാൽ പ്രത്യേകിച്ച് അവസാന ഘട്ടത്തിൽ മരണനിരക്ക് 15 to 25% വരെയാണ്. ബിലിറൂബിന്റെ അളവ്. ബിലിറൂബിന്റെ അളവ് പല കാരണങ്ങൾ കൊണ്ടും രക്തത്തിൽ അധികരിക്കാം. ചുവന്ന രക്തകോശങ്ങളിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. 120 ദിവസമാണ് ചുവന്ന രക്താണുക്കളുടെ ആയുസ്. നമുക്കറിയാവുന്ന കാര്യമാണ്, 120 ദിവസമാണ് കേട്ടോ. ഇവ പ്രായമായി നശിക്കുമ്പോൾ ഈ ബിലിറൂബിൻ കരളിൽ സംസ്കരിക്കപ്പെടുകയും പിത്തനീരിലൂടെ പിത്താശയത്തിലും വൻകുടലിലൂടെ മലത്തിലേക്കും വ്യാപിക്കുന്നു. ബാക്കി കുറച്ചു ഭാഗം യൂറോബിലിനോജൻ എന്ന പദാർത്ഥമായി മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്നു. ഏതാണ് യൂറോബിലിനോജൻ? ബിലിറൂബിന്റെ ഈ ചയാപചയ പ്രക്രിയയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അപാകത ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ വരുന്നു. ഇത് മഞ്ഞപ്പിത്തത്തിന് കാരണമാകാം. അടുത്തതാണ് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ്. എന്താണെന്ന് നോക്കാം ട്ടോ. രോഗലക്ഷണങ്ങളിലുള്ള സാമ്യത്താൽ ചിക്കൻ പോക്സായി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രോഗമാണ് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ കൈയിലെയും കാലിലെയും വായിലെയും തൊലിയെയാണിത് ബാധിക്കുന്നത്. പൈക്കോർണ വൈറിഡെ ഫാമിലിയിൽപ്പെട്ട കോക്സാക്കി വൈറസുകളും എൻജീറോ വൈറസുകളുമാണ് രോഗകാരികൾ. കൂടുതലായും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണിത് കണ്ടുവരുന്നത്. രോഗിയുടെ ഉമിനീർ, മലം, മൂക്കിള എന്നിവയുടെ മറ്റൊരാൾക്ക് രോഗം പകരുന്നു. രോഗലക്ഷണങ്ങൾ. രോഗകാരി ശരീരത്തിൽ പ്രവേശിച്ച് 3 to 6 ദിവസം കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. കുട്ടികൾക്കുണ്ടാകുന്ന അമിതമായ ക്ഷീണമാണ് ആദ്യ ലക്ഷണം. പിന്നീട് പനി, ഛർദി, വിശപ്പില്ലായ്മ, തൊലിപ്പുറത്തെ നിറവ്യത്യാസം ഇവ കാണുന്നു. കൈവെള്ളയിലും കാൽപാദങ്ങളിലും വായിലും വ്രണങ്ങൾ രൂപപ്പെടുന്നു. വായയ്ക്കും മൂക്കിനു ചുറ്റിലും വേദനയോട് കൂടിയ വ്രണങ്ങൾ രൂപപ്പെടുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എക്സ്പ്ലനേഷൻ ഏകദേശം അവസാനിച്ചു. പക്ഷെ എല്ലാ അസുഖങ്ങളും അല്ല, പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അപരനാമങ്ങളും അതായത് വിശേഷണങ്ങളും അത് ഏത് രോഗത്തിനെയാണ് എന്നുള്ളതും നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനിയുള്ള എല്ലാതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ പറഞ്ഞത് നമുക്ക് ഒരു കഥ പോലെ ഇങ്ങനെ കേട്ടാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. പക്ഷെ ഇനി പറയാൻ പോകുന്നതെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എക്സാമിന് പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പോ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ വെറുതെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും 100% ഞാൻ ഉറപ്പ് തരുന്നു, ഇതൊന്ന് ക്വസ്റ്റ്യൻ വരും ട്ടോ, ഉറപ്പാണ്. അപ്പൊ നോക്കി വെക്കുക. പിന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിനി പ്രീവിയസ് ഇയർ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ഈ ടോപ്പിക്കിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ക്വസ്റ്റ്യൻസിൽ എന്തായാലും നിങ്ങൾക്ക് ചോദിക്കാം. അതായത് റിപ്പീറ്റഡ് ആയിട്ടും പ്രീവിയസ് ആയിട്ടൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഞാനത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു ക്ലാസ് വരുമ്പോൾ അത് ഇടാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലോട്ട് പോവാം. എന്താണ് ഷേക്കിംഗ് പാൾ എന്ന് പറഞ്ഞാൽ പാർക്കിൻസൺസ് രോഗമാണ്. കില്ലർ ന്യൂമോണിയ 21ാം നൂറ്റാണ്ടിലെ അസുഖം എന്ന് പറയുന്നത് സാർസ്. എൻട്രിക് ഫീവർ, ഗാസ്ട്രിക് ഫീവർ, പിന്നെന്താ സന്നിപാത ജ്വരം എന്ന് പറയുന്നത് ടൈഫോയിഡ്. പിന്നെ ബ്രേക്ക് ബോൺ ഡിസീസ് ഡെങ്കിപ്പനി, ബ്ലാക്ക് വാട്ടർ ഫീവർ മലമ്പനി, ചതുപ്പ് രോഗം മലമ്പനി, രാജകീയ രോഗം ഹീമോഫീലിയ, ക്രിസ്മസ് രോഗം ഹീമോഫീലിയ, നാവികരുടെ പ്ലേഗ് സ്കർവിയാണ് കേട്ടോ. അവിടെ കർവി എന്നേ വന്നിട്ടുള്ളൂ, സ്കർവി. വിശപ്പിന്റെ രോഗം മരാസ്മസ്, പിള്ളവാതം പോളിയോ, കറുത്ത മരണം പ്ലേഗ്, വെളുത്ത പ്ലേഗ് തൈസിസ് ക്ഷയം, കേക്ക് ഡിസീസ് ക്ഷയം, പിന്നെ രോഗങ്ങളുടെ രാജാവ് ക്ഷയം കേട്ടോ. ഇനി അടുത്തത് നോക്കാം. ഗ്രേവ്സ് രോഗം എക്സോഫ്താൽമിക് ഗോയിറ്റർ, റിവൈറൻ രോഗം വിഷൂജിക എന്നുള്ളത് കോളറ, ജർമ്മൻ മീസിൽസ് റൂബല്ല, വീൽസ് ഡിസീസ് കർഷകരുടെ രോഗം എലിപ്പനി, നിശബ്ദനായ കൊലയാളി അമിത രക്തസമ്മർദ്ദം, നിശബ്ദനായ കാഴ്ച അപഹാരം ഗ്ലോക്കോമ, ലോക്ജോ ഡിസീസ് കുതിരസന്നി ടെറ്റനസ്,
ഹാൻസൺസ് ഡിസീസ്, കുഷ്ഠം. പിന്നെ ഗ്രിഡ് ഡിസീസ്, സ്ലിം ഡിസീസ്, എയ്ഡ്സ്. 20-ാം നൂറ്റാണ്ടിലെ അസുഖം എയ്ഡ്സ്. മദ്രാസൈ അല്ലെങ്കിൽ പിങ്കായി, ചെങ്കണ്ണ്. തൊണ്ടമുള്ള്, ഡിഫ്തീരിയ. ഹൈഡ്രോഫോബിയ, റാബീസ്. സ്മൃതിനാശരോഗം, അൽഷിമേഴ്സ്. മർജാര നൃത്തം, മീനമാത. എവിൽ ഇൻഫ്ലുവൻസ, പക്ഷിപ്പനി. ഡാൽട്ടിനിസം, വർണ്ണാന്തത. അഞ്ചാം പനി, മീസിൽസ്. പറങ്കിപ്പുണ്ണ്, സിഫിലിസ്. ഈജിപ്ഷ്യൻ ഓഫ്താൽമിയ, ട്രക്കോമ. ഗ്രാനുലാർ കൺജങ്ക്റ്റിവൈറ്റിസ്, ട്രക്കോമ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. നല്ലപോലെ വായിച്ച് കുറേ വട്ടം വായിച്ച് പോകണം കേട്ടോ. അടുത്തത് രോഗങ്ങളും അത് ബാധിക്കുന്ന അവയവങ്ങളും കേട്ടോ. ബ്രോങ്കൈറ്റിസ്, ശ്വാസകോശങ്ങൾ. ന്യൂമോണിയ, ശ്വാസകോശങ്ങൾ. സിലിക്കോസിസ്, ശ്വാസകോശങ്ങൾ. സാർസ്, ശ്വസന വ്യവസ്ഥ. ക്ഷയം, ശ്വാസകോശങ്ങൾ. ഇത് ഒരുപോലെയുള്ളതൊക്കെ എഴുതിയിട്ട് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. വില്ലൻ ചുമ, ശ്വസന വ്യവസ്ഥ. പ്രമേഹം, പാൻക്രിയാസ്. ലുക്കീമിയ, രക്തം. പയോറിയ, മോണ. മഞ്ഞപ്പിത്തം, കരൾ. സിറോസിസ്, കരൾ. മുണ്ടിനീര്, ഉമിനീർ ഗ്രന്ഥിക. ഡിഫ്തീരിയ, തൊണ്ട. മലേറിയ, പ്ലീഹ. തിമിരം, കണ്ണ്. ട്രക്കോമ, മയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം, കൺജക്റ്റിവൈറ്റിസ്, പിന്നെ സീറോഫ്താൽമിയ. ഇതെല്ലാം കണ്ണാണ് കേട്ടോ. കണ, എല്ലുകൾ. യുറീമിയ, വൃക്ക. നെഫ്രൈറ്റിസ്, വൃക്ക. ഡെർമറ്റൈറ്റിസ്, ത്വക്ക്. എക്സിമ, ത്വക്ക്. എയ്ഡ്സ്, പ്രതിരോധ സംവിധാനം. ടൈഫോയിഡ്, കുടൽ. പേപ്പട്ടി വിഷം, മസ്തിഷ്കം. എൻസെഫലിറ്റിസ്, മസ്തിഷ്കം. മെനിഞ്ചൈറ്റിസ്, മസ്തിഷ്കം, സുഷുമ്ന. പോളിയോ, നാഡീവ്യവസ്ഥ. റൊമാറ്റിസം, ആർത്രൈറ്റിസ്, രണ്ടും സന്ധികളിലാണ് കേട്ടോ. ടെറ്റനി, പേശികൾ. ഗോയിറ്റർ, തൈറോയ്ഡ് ഗ്രന്ഥി. ഓട്ടിസം, നാഡീവ്യവസ്ഥ. ബോട്ടുലിസം, ചെറുകുടൽ, ആമാശയം. ആന്ത്രാക്സ്, പ്ലീഹ, ലിംഫ് ഗ്രന്ഥി. മന്ത്, ലസിക നാളികൾ. ഹണ്ടിങ്സൺ രോഗം, നാഡികൾ. അഡിസൺസ് രോഗം, അഡ്രീനൽ ഗ്രന്ഥി. ടെറ്റനസ്, നാഡീവ്യവസ്ഥ. സ്പോണ്ടിലൈറ്റിസ്, നട്ടെല്ല്. അടുത്തത് വൈറസ് രോഗങ്ങളാണ്. അതിന്റെ സൂക്ഷ്മാണുക്കൾ ഏതാണെന്നുള്ളത് നോക്കാം. എയ്ഡ്സിന് HIV. വസൂരി, വാരിയോള. മഞ്ഞപ്പിത്തം ABCDEG വൈറസുകൾ. പോളിയോ, പോളിയോ വൈറസ്. ചിക്കൻ ഗുനിയ, ആൽഫ വൈറസ്. പേവിഷബാധ, ലൈസ വൈറസ്. പക്ഷിപ്പനി H5N1. പന്നിപ്പനി H1N1. ഇൻഫ്ലുവൻസ, ഇൻഫ്ലുവൻസ A വൈറസ്. ചിക്കൻ പോക്സ്, വാത്സല്യ സോസ്റ്റർ. ജലദോഷം, റിനോ വൈറസ്. മുണ്ടിനീര്, പാരമിക്സോ വൈറസ്. ഡെങ്കിപ്പനി, ഫ്ലാവി വൈറസ്. യെല്ലോ ഫീവർ, ഫ്ലാവി വൈറസ്. എബോള, സെയർ എബോള വൈറസ്. ഫംഗസ് രോഗവും സൂക്ഷ്മാണുക്കളും കേട്ടോ. അത്ലറ്റ് ഫുട്ട് എന്താണ്? ട്രൈക്കോഫൈറ്റൺ. റിംഗ് വോം, മൈക്രോസ്പോറം. പിന്നെ അടുത്തത് കാൻഡിഡിയാസിസ്, കാൻഡിഡ ആൽബിഗൻസ്. ആസ്പെർജില്ലോസിസ്, ആസ്പെർജില്ലസ് ഓട്ടോമൈക്രോസിറ്റ്. അടുത്തത് കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ. ക്യൂലെക്സ്, മന്ത്, ജപ്പാൻ ജ്വരം. ഈഡിസ് ഈജിപ്തി, ഡെങ്കിപ്പനി, യെല്ലോ ഫീവർ, ചിക്കൻ ഗുനിയ. അനോഫലസ്, മലമ്പനി. മാൻസോണി, മന്ത്. പിന്നെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് കേട്ടോ അതൊക്കെ. ഇതെല്ലാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ കളക്ട് ചെയ്തതാണ്. ഒന്ന് പഠിച്ചു പോവുക കേട്ടോ പ്ലീസ്. കാരണം നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ, ഒന്നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. പാത്തോളജി, രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം. നോസോളജി, രോഗങ്ങളുടെ വർഗീകരണത്തെക്കുറിച്ചുള്ള പഠനം. എറ്റിയോളജി, രോഗകാരണത്തെക്കുറിച്ചുള്ള പഠനം. എപ്പിഡമിയോളജി, ഒരു രോഗം പ്രത്യക്ഷപ്പെടാനുള്ള കാരണങ്ങളെക്കുറിച്ചുള്ള പഠനം. വെക്റ്റർ, ഒരാളിൽ നിന്നും രോഗം അടുത്ത ആളിലേക്ക് പകർത്തുന്ന ഏജന്റ്. ഇൻക്യുബേഷൻ പീരീഡ്, രോഗാണു ഉള്ളിൽ കടന്ന ശേഷം രോഗലക്ഷണം പ്രത്യക്ഷപ്പെടുന്നത് വരെയുള്ള സമയം. കരിയർ, രോഗവാഹകൻ എന്നാൽ രോഗലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കില്ല, രോഗത്തെ പകർത്താനുള്ള കഴിവുണ്ടായിരിക്കും. എപ്പിഡമിക്, ഒരു രോഗം അതിവേഗം വ്യാപിക്കാനും അതേപോലെ അപ്രത്യക്ഷമാകാനുമുള്ള സാഹചര്യം. പാൻഡമിക്, രോഗമോ സാഹചര്യമോ എല്ലാ വൻകരകളിലേക്കും പകരുന്നത്. എൻഡമിക്, ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക ആൾക്കാരിൽ മാത്രം രോഗം നിലനിൽക്കുന്ന അവസ്ഥ. അപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാ എക്സ്പ്ലനേഷൻസും ഇവിടെ കഴിയുന്നു.
ഇതിനെക്കുറിച്ചിട്ടുള്ളത് എല്ലാവർക്കും നല്ലപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ബാക്കിയുള്ള മത്സര പരീക്ഷകളിലും എല്ലാം ഇത് വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ തന്നെയായിരിക്കും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് 2 വട്ടമെങ്കിലും കേൾക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാമിന് അത് സ്ട്രൈക്ക് ഔട്ട് ചെയ്യുള്ളൂ ഈ പറയണതൊക്കെ. പിന്നെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം തന്നെയായിരിക്കും കേട്ടോ, പേടിക്കേണ്ട. ഞാൻ അതിനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഉടനെ തന്നെ ആ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഇതെല്ലാം ഇഷ്ടമായി, നല്ല യൂസ്ഫുൾ ആയി എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.